ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെഫിലാസ് ജിഞ്ചർ കിച്ചൺ എയ്റ്റ്. ഇന്ന് ഞാൻ എൻ്റെ കിച്ചണിലൂടെ കാണിക്കാൻ പോകുന്നത് അക്കുവിൻ്റെ ഫസ്റ്റ് ഡേ സ്കൂൾ വിശേഷങ്ങളാണ്. അക്കു ഇതുവരെയും നഴ്സറിയിലൊന്നും പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് സ്കൂളിൽ പോകുന്നത്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒരു ഈസി കബാബുമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ മൂപ്പര് എണീക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഫുഡൊക്കെ പെട്ടെന്ന് കഴിച്ചു. അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ റെഡിയാക്കി കൊടുത്തെന്നാലും കക്കൻ്റെ ഒരു ഫൈനൽ ടച്ചപ്പ് എന്നുള്ള രീതിയിൽ ഓരോന്നൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മുടി എപ്പോഴും അവന് കക്കന്നെ ശരിയാക്കി കൊടുക്കണം, ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. അപ്പോൾ എല്ലാം റെഡിയായി സ്കൂളിൽ പോകാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവൻ നഴ്സറിയിലൊന്നും അങ്ങനെ പോയിട്ടില്ല, അവൻ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഒന്ന് ഫസ്റ്റ് ഡേ പോകുമ്പോൾ ഒരു ചെറുതായിട്ടൊരു വിഷമം, എന്നാലും ഭയങ്കര സന്തോഷമുണ്ട്, ഫസ്റ്റ് ടൈം പോവല്ലേ. അപ്പോൾ മൂപ്പര് നല്ല ഹാപ്പിയാണ്, എല്ലാം പോവാനും സ്കൂളിൽ കളിക്കാനും ഒക്കെ ഉള്ള ഹാപ്പിയിലാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് പാരൻസിൻ്റെ കൂടെയാണ് വരാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പോകുന്നില്ല, എക്കാൻ്റെ കൂടെയാണ് അവൻ പോകുന്നത്. നാളെ മുതൽ ബസ്സിലാണ് പോവാം. അപ്പോൾ ബാഗൊക്കെ എടുത്ത് റെഡി ആവുന്നുണ്ട് പോവാനുള്ള. ഫോട്ടോ എടുക്കുന്ന ബിസിയിലാണ്. പോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബാഗൊക്കെ എടുത്തിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. ആ കളറ് വേണം എന്ന് പറഞ്ഞിട്ട് സ്പൈഡർമാൻ കുറേ സ്ഥലത്ത് നോക്കി, പക്ഷേ അവൻ്റെ സൈസിനുള്ള ബാഗ് കിട്ടുന്നില്ല. വളരെ സ്മോൾ സൈസാണ് അവർക്ക് KG-യിലേക്ക് വേണ്ടത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് തരുന്നതിന് ശേഷം ഈ ഒരു കളർ കോമ്പിനേഷൻ കിട്ടിയപ്പോൾ പിന്നെ മൂപ്പര് പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ ഒരു കളർ വാങ്ങിച്ചത് ബാഗ്. ബോട്ടിലൊക്കെ ആദ്യം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സ്പൈഡർമാൻ ബോട്ടിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പോയോടത്തുനിന്ന് ഓടി വന്ന് എനിക്കൊരു ഉമ്മൊക്കെ തന്നിട്ടാണ് മൂപ്പര് പോയത്. അപ്പോൾ ലിഫ്റ്റിൽ നിന്നൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തെന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവരെ സ്കൂളെന്ന് പറഞ്ഞാൽ ജെംസ് അവറോൺ ഇന്ത്യൻ സ്കൂളാണ്. പിന്നെ അൽവർക്ക അസി അവിടെ തന്നെ പഠിക്കുന്നത്. അപ്പോൾ രണ്ടാളും ഒരുമിച്ചായിക്കോട്ടെ എന്നുള്ളതുകൊണ്ടാണ് അവിടെ തന്നെ ചേർത്തിയത്. പിന്നെ അവിടെ ബോയ്സിന് 4th വരെയുള്ളൂ, പിന്നെ ബോയ്സ് മാറണം, പിന്നെ ഗേൾസ് ഓൺലി ആണ്. അപ്പോൾ സ്കൂളിലൊക്കെ എത്തി മൂപ്പര് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. മാഷാ അല്ലാ. ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ ഫുൾ ടോയ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ KG-യിൽ. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ റിട്ടേൺ വന്നിട്ടുണ്ട് ഇക്കാൻ്റെ കൂടെ. അവൻ 10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ റിട്ടേൺ വന്നിട്ടുണ്ട്. നോർമലി 8 മണി മുതലാണ് ക്ലാസ്, പക്ഷേ രാവിലെ 6 o'clock ബസ് വരും. റിട്ടേൺ 12 മണിക്ക് റിട്ടേൺ വരും. Show me where are you? Show me where are you? Show me where are you? Show me. അപ്പോൾ ഇത്രയൊക്കെയാണ് അക്കുവിൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ.
അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇതൊരു ഈസി ഗ്രീൻ കബാബാണ് ഞാൻ കാണിക്കുന്നത്. ഇതൊന്നും ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അക്കു ഫസ്റ്റ് ടൈം സ്കൂളിൽ പോയതൊക്കെ അല്ലേ, അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതാണ് ഈ ഒരു കബാബ്. അപ്പോൾ ഇത് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ കബാബ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു പിടി മല്ലിയില, പിന്നെ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. ഒരു 4 അള്ളി നാടൻ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3/4 കഷ്ണം വലിയ ഉള്ളി, അതാണ് ഞാൻ ഇതിലേക്ക് ആദ്യമായിട്ട് എടുത്തത്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് കണ്ടോ, മിക്സിയുടെ ചെറിയ ജാറിൽ എല്ലാം എടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം കാണിക്കാം ഞാൻ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ബോൺലെസ് പീസായ ചിക്കനാണ് എടുത്തത്. നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു കിച്ചൺ ടിഷ്യൂ വെച്ച് നല്ല പോലെ തുടച്ചു കൊടുക്കാം. എന്താന്ന് വെച്ചാൽ ഇതിലേക്ക് ഒട്ടും വെള്ളം ഉണ്ടാവരുത് ഈ പീസിൽ. അതുകൊണ്ടാണ് നല്ല തുടയ്ക്കാൻ പറഞ്ഞത്. തീരെ വെള്ളം ഇല്ലാണ്ട് തുടച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഇത് നല്ല പോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഈ ഒരു ചെറിയ ജാറിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അരച്ചെടുക്കാം. അതല്ല വലിയ ജാറിലേക്ക് മാറ്റിയിട്ട് അതിൽ വേണമെങ്കിലും അരച്ചെടുക്കാം. ഞാൻ അപ്പോൾ തൽക്കാലം വലിയ ജാറിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചിക്കൻ 500 ഗ്രാം ഉള്ളത് കൊണ്ടാണ് ഞാൻ വലിയ ജാർ എടുത്തത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം, വല്ലാണ്ട് അരഞ്ഞ് പേസ്റ്റ് ആവരുത്. എന്നിട്ട് കുറേശ്ശെ വീണ്ടും ചിക്കൻ ചേർത്ത് ക്രഷ് ചെയ്തെടുക്കുക. ഒന്നായിട്ട് ഇട്ടാൽ ഇത് അരഞ്ഞ് കിട്ടാൻ പ്രയാസമായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കണ്ടോ, ആദ്യത്തെ സെറ്റ് ഇതുപോലെ ഞാൻ ക്രഷ് ചെയ്തെടുത്ത് ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ ബാക്കിയുള്ള ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി ലേശം മസാലയും കൂടി ബാക്കി വെച്ചില്ല, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനാൽ വളരെ കുറച്ച് ഉപ്പാണ് ചേർക്കേണ്ടത്. എന്നതിന് ശേഷം ഉപ്പ് എങ്ങനെയാണ് പാകം നോക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞു പീസസ് ഇങ്ങനെ ക്രഷ് ചെയ്ത പോലെ കാണാം. ചിക്കൻ്റെ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്താൽ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കബാബ് പരുവത്തിൽ പിടിക്കാൻ കിട്ടൂല. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേറെ ഒരു പൊടികളും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ എരിവ് നിങ്ങളെ പാകത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. ഉപ്പ് ഇനി എങ്ങനെയാ നോക്കാന്ന് വെച്ചാൽ അപ്പോൾ എല്ലാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. അപ്പോൾ ഉപ്പ് ഞാൻ നോക്കിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്ന രീതിയിൽ ഒരു പാകത്തിന് 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് നോക്കാം. ഇതിന് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ താഴത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് കബാബ് ചുട്ടെടുക്കാം. അപ്പോൾ കബാബ് ഫ്രിഡ്ജിൽ വെച്ചത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് നോക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മെൽറ്റ് ആവുന്ന സമയത്ത് നമ്മളൊരു സ്പൂൺ കൊണ്ട് ഈ ഒരു മസാലയിൽ നിന്ന് ലേശം എടുത്തിട്ട്, ഇത് കണ്ടോ, നമ്മൾ അരച്ച് വെച്ച കബാബിൽ നിന്ന് ലേശം എടുത്ത് ഒന്ന് കുക്ക് ചെയ്ത് നോക്കാം. ചെറിയൊരു പീസ് കുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിലെന്താണ്, പിന്നെ ഉപ്പാണോ മുളകാണോ എന്താ കുറവ് വെച്ചാൽ അത് കുറവ് നോക്കിയതിന് ശേഷമാണ് നമ്മൾ കബാബ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനതിൻ്റെ ടേസ്റ്റ് നോക്കാനുള്ള ടിപ്പാണ് പറഞ്ഞത്. അല്ലാണ്ട് പച്ച ചിക്കൻ നമുക്ക് എന്താ പറയുക ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് കണ്ടോ, ചെറിയൊരു പീസ് ഇട്ടാൽ മതി. അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമുക്കത് നോക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ആ ചെറിയ പീസ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ എന്താ കുറവെന്ന്. ഇതിൻ്റെത് എല്ലാം പെർഫെക്റ്റ് ആണ്, പ്രത്യേകിച്ച് ഒന്നും കുറവില്ല. അപ്പോൾ ഞാനിനി കബാബ് ഉണ്ടാക്കാൻ തുടങ്ങാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളിൽ എന്താ കുറവ് നോക്കാം. ഞാനിപ്പോൾ കബാബ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റിക്സ് ആണ്. ഇതുണ്ടോ, കബാബിൻ്റെ ഇതുപോലത്തെ സ്റ്റിക്കാണ്. ഇത് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കബാബ് ചുട്ടെടുക്കാൻ, അല്ലാഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇനിയിപ്പോൾ നാട്ടിലുള്ളവർക്ക് ഇതുപോലത്തെ സ്റ്റിക്സ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ച ഈർക്കിളില്ലേ അതിൻ്റെ മുകളിൽ ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പീസ് നമ്മളെ കയ്യിൽ പരത്തിയിട്ട് നമ്മളെ എന്താ പറയുക കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഷേപ്പില്ലേ അതുപോലെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പാനിലിട്ടിട്ടൊന്ന് ഗ്രിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എങ്ങനെയാ പിടിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സ്റ്റിക്സ് പിന്നെ വെള്ളത്തിലിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ലേശം വെള്ളം ആക്കി കൊടുക്കാം.
വെള്ളമാക്കി കൊടുത്തതിന് ശേഷം ഈ കബാബിന്റെ മിക്സ് എടുത്തിട്ട് ഈ സ്റ്റിക്സിന്റെ മുകളിൽ പിടിക്കാം. അതേ പിടിക്കുന്നപ്പോൾ നമ്മളെ കയ്യിൽ ഇതുപോലെ ഒട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേശ്ശെ വെള്ളം തൊട്ട് കൊടുത്ത് വേണം ഇതുപോലെ പിടിച്ചെടുക്കാൻ. എന്നിട്ട് ഇത് പാൻ വെച്ചിട്ട് അതുപോലെ തന്നെ പാനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പൊ എനിക്ക് പാൻ വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് ഞാൻ പാൻ വെക്കാത്തത്. അപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് ഞാൻ പാനിലേക്ക് ഇട്ടതിന് ശേഷം കാണിക്കാം. അപ്പൊ ഇത് കണ്ടോ, ഇതുപോലെ പിന്നെ ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് പിടിക്കാൻ പറ്റുന്നില്ല, ലേശം വെള്ളം കൂടിയ പോലെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ ഞാൻ പറഞ്ഞ രീതിയിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ട് ചിക്കൻ അരച്ചെടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും പിടിക്കാൻ പറ്റും. പിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിലധികം ഓയിലിൻ്റെ ഒഴിച്ചിട്ട് ഡീപ് ഫ്രൈ ചെയ്യൂല, കുറച്ച് ഓയിൽ ഇട്ട് ഷാലോ ഫ്രൈ ആണ് നമ്മളിത് ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കും. ഇപ്പോൾ 2 എണ്ണം ഇട്ടിട്ടുണ്ട്. ഞാൻ അവിടെ വെച്ചാൽ എനിക്ക് അങ്ങോട്ടേക്ക് ഫോക്കസ് കിട്ടാത്തതിനോണ്ടാണ് ഞാനിത് ഇട്ടതിൻ്റെ ശേഷം എനിക്ക് കാണിക്കുന്നത്. പിന്നെ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നതിന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് പിടിച്ചതിന് ശേഷം ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് വേണം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം, അല്ലാഞ്ഞാൽ ഉള്ളിൽ ചിക്കന് കുക്കായി കിട്ടൂല. ഒരു സ്പൂണോ കാര്യങ്ങളോ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. പിന്നെന്ന് വെച്ചാൽ ഒരു ഭാഗം കുക്കായതിന് ശേഷം മാത്രം തിരിച്ചിടുക, അല്ലാഞ്ഞാൽ നമുക്കിത് തിരിച്ചെടുക്കുമ്പോൾ പിന്നെയും ഇത് ഫ്രൈ പാനിൽ ഒട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ ഓരോന്നും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ലോ ഫ്ലെയിമിൽ, ഇപ്പോൾ സ്റ്റിക്ക് പിടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്പൂണും കൂടി എടുത്ത് ഇത് മറിച്ചിട്ടതിന് ശേഷം കാണിച്ചു. അപ്പോൾ അത് കണ്ടോ, ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഉള്ളിലുള്ള ചിക്കൻ കുക്കാവില്ല, അതാണ് ഞാൻ പറയുന്നത്. ഇതിലിപ്പോൾ അധികം മസാലസോ കാര്യങ്ങളോ ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു പിന്നെ കബാബ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മട്ടൻ കൊണ്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ എനിക്ക് കൂടുതൽ പേഴ്സണലി ഇഷ്ടം ചിക്കൻ കബാബാണ്. മട്ടൻ അത്ര ഇഷ്ടമില്ല. അപ്പോൾ മട്ടൻ ഇഷ്ടമുള്ളവർക്ക് മട്ടനിലും ചെയ്യാം. ഇത് കണ്ടോ, അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ആ പിടിക്കുന്നത് കാണിച്ചു തരാൻ പറ്റാത്തതിലൊരു വിഷമമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റിക്കിൻ്റെ മുകളിൽ നമ്മളെ കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട്, കുറച്ചിട്ട് ഒരുപാട് എടുക്കരുത്, തടവിയിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കണം. ഞാൻ കാണിക്കാം. മാവ് നമ്മളെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പം തന്നെ നമ്മൾ ഫ്രൈ പാനിലിടണം. അപ്പോൾ ഞാനിത് ഓരോ ഭാഗവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര കട്ടിയിൽ ചെയ്യണമെന്നില്ല, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇത് ഈ ഒരു സ്റ്റിക്കിൻ്റെ മുകളിൽ പിടിച്ചെടുക്കേണ്ടത് കേട്ടോ. അതുപോലെ നമുക്ക് ഈ ഒരു സൈഡൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോ സൈഡും വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. മെയിൻലി ഇത് മിൻ ചട്നീൻ്റെ കൂടെയാണ് കഴിക്കുക. മിൻ ചട്നിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതിനോടാണ് ഞാൻ ആ റെസിപ്പി കാണിക്കാത്തത്. വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ്ടോ, ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഗസ്റ്റും പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഒരു പിന്നെ ഡിഷസൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊരു വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പി അല്ലെങ്കിൽ കണ്ടാൽ തന്നെ അറിയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റി ആണെങ്കിൽ എന്നെ മെസ്സേജിലൂടെ കമൻസിലൂടെയൊക്കെ അറിയിക്കാം. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് കാണാം. താങ്ക് യു. സൂപ്പർ. അപ്പോൾ ഇഷ്ടമായോ? യാ. അക്കു ഇങ്ങോട്ട് നോക്കിയാ എങ്ങനെയുണ്ട്? സൂപ്പർ. ഷോമി സൂപ്പർ അല്ലേ? അതാ